നമ്മൾ പിക്ചർ ബേസ്ഡ് വൊക്കാബുലറിയിലേക്കാണ് പോകുന്നത്. സോഴ്സ് ഷോട്ട് ഇൻ ദ ആം എന്നാണ് സോഴ്സസിൻ്റെ പേര്. ഷോട്ട് ഇൻ ദ ആം ദ ഹിന്ദുവിൽ നിന്നെടുത്ത ഒരു ആർട്ടിക്കിൾസാണ്. ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസാണ്. പാർട്ട് 4 ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. മിസ്റ്റേക്സസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തതിലും അതിൻ്റെ അടുത്തതിലൊക്കെ ആയിട്ട് തിരുത്തുന്നതാണ്. ഓക്കെ, മിസ്റ്റേക്സസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് വ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ മിസ്റ്റേക്സ് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കുലർ ആയിട്ടുള്ള റിങ്ങിനെയാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. ഹൂപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടുള്ള റിങ്ങിനെയാണ് ഹൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആലോചിച്ചാൽ എ ഇയറിംഗ് ഇൻ എ ഷേപ്പ് ഓഫ് സർക്കുലർ റിംഗ്. സർക്കുലർ റിങ്ങിൻ്റെ പേരതാണ്. എസ്പെഷ്യലി ഓൺ യൂസ് ടു ബൈൻഡ് ദ സ്റ്റേഴ്സ് ഓഫ് പാരലൽസ്. ഓക്കെ, അപ്പോൾ every vaccine candidate that passes a significant hoop in winning for the world at large എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ അതാണ്. ഓക്കെ, ഓൺ ദ ഹീൽസ് ഓഫ് എന്നാണ് എന്താ, ഓൺ ദ ഹീൽസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഇഡിയമാറ്റിക് പ്രയോഗമാണ്, അല്ലെങ്കിൽ ഫ്രൈസാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഫോളോയിങ് ക്ലോസ്ലി. ഉണ്ടോ, ഈ കാർ ക്ലോസ്ലി ആയിട്ട് പോവുകയാണ്. ഫോളോയിങ് ക്ലോസ്ലി എന്നാണ് ഓൺ ദ ഹീൽസ് ഓഫ് എന്നാണ്. ഫോളോയിങ് ക്ലോസ്ലി ആഫ്റ്റർ. അപ്പോൾ എക്സാമ്പിളിൽ കിടക്കുക. ഇത് ഹിന്ദുത്വ തന്നെയാണ് എക്സാമ്പിൾ. അതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഓൺ ക്ലോസ് ഓൺ ദ ഹീൽസ് ഓഫ് മൾട്ടിനാഷണൽ പിൽഫ്സർ അനൗൺസസ് പ്രോമിസ് റിസൾട്ട് ഫ്രം ഇറ്റ്സ് ഓൺ ഗോയിങ് phase 3 trial of potential COVID-19 vaccines. Moderna US-based biotechnological firm indicated similar news of human trial again phase 3 in mRNA vaccine. ഇത് ചിന്തിച്ചാൽ മതി. ഈ രണ്ട് കമ്പനി ഉണ്ട്, പിഫ്സറും മോഡേണയും കൂടി ആയിട്ടുള്ള മൂവാണ് COVID-19 വാക്സിന് വേണ്ടി പോകുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് mRNA വാക്സിന്. ഓക്കെ, ഓൺ ദ ഹീൽസ് ഓഫ്. ഇത് അവസാനം നമ്മൾ സിനോണിം എക്സസൈസ് ചെറുതായി ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, റിവീൽ എന്ന് പറഞ്ഞാൽ എന്താ, റിവീൽ എന്ന് പറഞ്ഞാൽ മുമ്പ് അറിയാത്ത സംഭവം ഇപ്പോൾ അറിയുന്ന അവസ്ഥ. എന്നാൽ നമ്മൾ ഒരു റിവീൽ ചെയ്യുക, എന്നാൽ സീക്രട്ട് നോൺ ചെയ്യുക, എന്നാൽ പബ്ലിക്കിനെ അറിയാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ടെററിസ്റ്റിൻ്റെ ഫോട്ടോ പുറത്ത് വിട്ടു എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക എന്നാണ് അവിടെ അർത്ഥം. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പക്ഷേ പബ്ലിക്കിനെ അറിയില്ല. ഇപ്പോൾ നാസ ഒരു ഉപഗ്രഹത്തിൻ്റെ ചിത്രം പുറത്ത് വിട്ടു എന്ന് പറഞ്ഞാലും, ഓക്കെ, നാസ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് റിവീൽ എന്നുള്ള മീനിങ്ങാണ് വരിക. ഓക്കെ, റിവീൽ, സീക്രട്ട് എന്നുള്ളത്. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസിബോ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് നോ ഫിസിക്കൽ എഫക്ട്സ്. ഒരു ക്വസ്റ്റ്യനാണ്. എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം കമൻറ്റിൽ ചെയ്യുക. എഫക്റ്റും തമ്മിലുള്ള ഈ എഫക്ട്സും തമ്മിൽ, ഇത് സ്പോട്ട് ദ എററിൽ വരുന്ന സാധനമാണ്, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, a substance that has no physical effect given to patient who do not need medicine but think they do or use the testing new drugs. എന്താണ് സംഭവം? ഒരു പഞ്ചാരമുട്ടായി ഉണ്ട്. ആ പഞ്ചാരമുട്ടായി നിങ്ങളെ തലവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞിട്ട് തലവേദന പേഷ്യൻറ്റിന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു എഫക്റ്റും ഇല്ല, പഞ്ചാരമുട്ടായിക്ക് തലവേദനയ്ക്ക് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചാരമുട്ടായി തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ മരുന്ന് കുടിച്ചു അതുകൊണ്ട് തലവേദന മാറി എന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തലവേദന പോയ മാതിരി തോന്നും. ആ മെഡിസിൻസിനാണ് നമ്മൾ അതിനാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോമിയോപ്പതിയൊക്കെ അതാണ് അതിൻ്റെ എക്സാമ്പിളാണ്. അതായത് മരുന്നിൻ്റെ ഗുണം കൊണ്ടല്ല, നമ്മുടെ തലച്ചോറിൻ്റെ ഗുണം കൊണ്ടാണ് അത് നടക്കുന്നത്. ഓക്കെ, പ്ലാസിബോ. ഓക്കെ,
അപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ എടുക്കാം. An analysis of 95 of nearly 30,000 volunteers are exclusively from the United States who tested positive unrevealed that 90 had only got placebo and given the double vaccine shots. റിവീൽ എന്ന് പറഞ്ഞാൽ ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ്. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഓക്കെ, പഞ്ചാര മുട്ടായി തലവേദനയ്ക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നത്. ഓക്കെ, എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. ഓക്കെ, ദ എബിലിറ്റി ഓഫ് സംതിങ് ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട് ദാറ്റ് ആർ വാണ്ടഡ്. ദ എബിലിറ്റി ഓഫ് സംതിങ് ടു പ്രൊഡ്യൂസ് റിസൾട്ട് ദാറ്റ് ആർ വാണ്ടഡ് എന്നുള്ളതാണ്. നമ്മൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ എഫിക്കസി എന്ന് പറയാം. എഫിക്കസി എന്ന ക്രബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ ചെയ്യുക. ലിമിറ്റ് സംതിങ്, എസ്പെഷ്യലി സംതിങ് ബാഡായ സാധനത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ക്രബ്. പോലീസ് ചില സമയങ്ങളിൽ ജമ്മു കാശ്മീരിൽ ക്രബ് ഇമ്പോസ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അവിടുത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ കുറയ്ക്കാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണ് കോവിഡിനെ ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എക്സാമ്പിളാണ്. ദിസ് ഈസ് ആൻ സിഗ്നിഫിക്കൻറ്റ് ദാറ്റ് വാക്സിൻ ഈസ് സക്സസ്ഫുൾ ഇൻ പ്രൈമറി ജോബ് ഓഫ് പ്രൊട്ടക്ഷൻ ത്രൂ ഇറ്റ്സ് എഫിക്കസി at curbing the disease transmission is still to be evaluated. ഓക്കെ ആണ്, മനസ്സിലായല്ലോ. എഫിക്കസി എന്ന് പറഞ്ഞാൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ക്രബ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം ഡിസീസ് ട്രാൻസ്മിഷന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐഡിയ കുറേ കിട്ടിയല്ലോ. ഇനി അഡ്വേഴ്സ് എന്ന് പറയുന്നത് എന്താ? The negative and unpleasant not likely to produce a good result. ഓക്കെ, നമ്മളെ ഗുഡ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് നമ്മൾ അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ. അൺപ്ലസൻ്റ് ആൻഡ് നെഗറ്റീവായിട്ടുള്ള ഗുഡ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അഡ്വേഴ്സ് എഫക്റ്റ് എന്നാൽ ഗുഡ് റിസൾട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് എന്നും പറയാം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇമേജ്. അപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. Physical part of virus is introduced, reducing the odd adverse reactions, negative reactions at a number of doses can be quickly scaled up as they do not need mammalian cells. Okay, നെഗറ്റീവ് ആയിട്ടുള്ള അത് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന മാതിരി അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോ ഫിസിക്കൽ പാർട്ട് ഓഫ് വൈറസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് reducing the odds of adverse reactions. വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ബാക്ടീരിയൻ്റെയോ ബോഡി പാർട്ട് ജസ്റ്റ് ഒരു ബോഡീനെ മോക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫിസിക്കൽ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മോളിക്യൂളോ കയറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഡോസേജിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡോസേജ് ഇങ്ങനെ ഓരോ ഇത്തിരി കൊടുത്ത് ഒരു ലിമിറ്റ് വരെ ആവുമ്പോഴായിരിക്കും നമ്മളെ വാക്സിന് ശരിക്കും എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം. ഓക്കെ, കോയിലേഷൻ എന്നാൽ എന്താ? കോയിലേഷൻ എ ടെമ്പററി അലയൻസ് ഫോർ കമ്പൈൻഡ് ആക്ഷൻ എസ്പെഷ്യലി ഫോർ പൊളിറ്റിക്കൽ പാർട്ടി ടു ഫോം ഗവൺമെൻറ്. കോയിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ ഏതാണ് ശിവസേനയും അതേപോലെ കോൺഗ്രസും കൂടിയിട്ടാണ് അവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അതാണ് കോയിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ടെമ്പററി അലയൻസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ആൾ സ്പെഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടി ഫോംഡ് ഗവൺമെൻറ്. ഇതാണ് എന്താ? ഓക്കെ, മീജ് ഉണ്ടല്ലേ? ഓക്കെ, എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ വൈഡ് സ്പ്രെഡ് ഒക്കറൻസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ പർട്ടിക്കുലർ ഏരിയയിലോ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലോ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്ന ഡിസീസസ് ആണ് ഇൻഫെക്ഷ്യസ് ഡിസീസിനാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പെൻഡമിക്? പെൻഡമിക് എന്ന് പറഞ്ഞാൽ കോവിഡ് ഒരു പെൻഡമിക്കാണ്, ലോകം മൊത്തം ബാധിക്കുന്നതിനെയാണ് നമ്മൾ പെൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ,
ലോകം മൊത്തം. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം. ഓക്കെ, പർട്ടിക്കുലർ ഏരിയ മാത്രമാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. രണ്ടും മാറാതെ എപ്പിഡമിക്സും പെൻഡമിക്സും ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. സംഭവം രണ്ടും പടരുന്നതാണ്, പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഓക്കെ, ഏലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അലയൻസ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ഓഫ് അസോസിയേഷൻ ഫോംഡ് മ്യൂച്വൽ ബെനിഫിറ്റ് എസ്പെഷ്യലി ബിറ്റ്വീൻ കൺട്രീസ് ഓർ ഓർഗനൈസേഷൻ തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ് അഥവാ എന്താണ് ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയാം. മ്യൂച്വൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിനാണ് അലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇമേജ് കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ, ഇന്ത്യ റഷ്യ റിലേഷൻസ്, അതേപോലെ ഇന്ത്യ അമേരിക്ക റിലേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു അലിയൻസ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിച്ചേരുന്നത് ഫ്രണ്ട്ഷിപ്പായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഏതിലേക്ക്? വാക്സിൻ ഈസ് പ്രൈമറി ഫോർ US. However, the vaccine, the Pfizer was developed in the support from the Coalition of Epidemic Preparedness Innovations and other global alliances. അപ്പോൾ മീനിങ് കുറച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഫില്ലിങ് ദ ബ്ലാങ്ക്സിനാണ് നമ്മൾ ഈ എക്സാമ്പിളിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? an argument or statement not seem reasonable, not or probable, failing to convince. എന്താണെന്ന് വെച്ചാൽ ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അൺറീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പന്നി പറക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇംഗ്ലീഷുകാർക്ക് പന്നി പറക്കുക, മലയാളികൾക്ക് കാക്ക മലർന്ന് പറക്കുക, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, പന്നി പറക്കുക എന്നുള്ളതാണ് ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ. നടക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനാണ് ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇംപ്ലോസിബിൾ. അപ്പോൾ എക്സാമ്പിളിലേക്ക് എടുക്കാം. നോട്ട് സീമിങ് റീസണബിൾ ഓർ പ്രോബബിൾ, ഫാളിങ് ടു കൺവിൻസ്. ഓക്കെ, however, every vaccine candidate that passes significant hoop in winning for world has opened their way to new practice and way of applying science that would have been otherwise implausible in the pre-pandemic world. Implausible. അപ്പോൾ മീനിങ് കുറച്ച് കറക്റ്റ് ആയല്ലോ. ഓക്കെ, അതെ, ഇനി നമ്മൾ മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ് സാധനമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയാൻ പോകുന്നതാണ്. ഓക്കെ, നോക്കാം. എന്താ ഓൺ ദ ഹീൽസ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ദ ഹീൽസ് എന്തായിരിക്കും വരിക? ഗോ ആഫ്റ്റർ. ഓക്കെ, ഗോ ആഫ്റ്റർ എന്നുള്ളതാണ് ഓൺ ദ ഹീൽസ് എന്ന് പറയുന്നത്. ഗോ ആഫ്റ്റർ. അപ്പോൾ വട്ടട അതെന്നല്ലേ. ഗോ ആഫ്റ്റർ എന്നുള്ള എന്താ? ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്ന. ഓൺ ദ ഹീൽസ് ഓഫ്. ഇനി വേറെ കളർ കൊടുക്കാം. ഓക്കെ, ഇനി എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിക്കസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്നുള്ളതാണ്. എഫിഷ്യൻസി എന്നാണ് എന്താ? ഫ്രൂട്ട്ഫുൾനെസ് എന്നുള്ളതാണ്. ഇതിൻ്റെ പെന്നിൻ്റെ തിന്നസ് ആക്കാം. ഓക്കെ, അപ്പോൾ എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിക്കസി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ് ആണ്. പിന്നെ ഓൺ ദ ഹീൽസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ദ ഹീൽസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഗോ ആഫ്റ്റർ എന്നുള്ളതാണ്. ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ ആഫ്റ്റർ. അതേപോലെ എഫിക്കസി എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് എഫിക്കസിയാണ്. അതേപോലെ പൊട്ടൻസിയും എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി ബേസ്ഡ് സാധനങ്ങളാണ്. ഓക്കെ, ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റായി ചെയ്യുക.
പ്രൊഡക്റ്റീവായി ചെയ്യുക എന്നുള്ളതാണ്. ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്രബ്. ക്രബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രബിന് ഏതാ കളറുള്ളൂ? ഓക്കെ, ക്രബ് ആണെങ്കിൽ ക്രബിൻ്റെ കേസസിൽ എന്താ ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഡിറ്ററൻസ് ആണ് റെസ്ട്രിക്റ്റ് ചെയ്യുക. ട്രാമൽ എന്ന് പറഞ്ഞാലും റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി റിവീൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക? റിവീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രട്ട് റിവീൽ ചെയ്യുക. സീക്രട്ട് റിവീൽ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ഡെവല്യൂച്ച് എന്ന് പറഞ്ഞാൽ സീക്രട്ട് റിവീൽ ചെയ്യാണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് പറഞ്ഞാലും നമ്മൾ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക, അഥവാ സീക്രട്ട് പുറത്ത് വിടുക എന്നുള്ളതാണ്. ബ്ലോ ദ ജാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോ ദ ജാഫ് സീക്രട്ട് റിവീൽ ചെയ്യുക എന്നാണ്. ഓക്കെ ഓക്കെ ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് എഫക്ട്സിന് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയും. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിലോ? ഓക്കെ, അഡ്വേഴ്സ് എഫക്ട്സിന് നമ്മൾ പറയുന്നത് അഡ്വേഴ്സ് എഫക്റ്റും ഡിറ്ററൻസ് ആണ്. അതേപോലെ ട്രാമൽ എന്ന് പറഞ്ഞാലും ഇതാണ്. ഓക്കെ, അഡ്വേഴ്സ് എഫക്റ്റ്. ഓക്കെ, അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞാൽ എന്താ? സോറി അതല്ല, ഇതിലെല്ലാം വായിക്കാനുള്ള ഇതല്ല. അഡ്വേഴ്സ് എഫക്റ്റ് ഇതല്ല കേട്ടോ, ഇതല്ല. ഓക്കെ, ഇത് തെറ്റാണ്. ഈ റിലേഷൻ തെറ്റാണ്. അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ കളർ വയ്ക്കാം, പച്ച കൊടുക്കാം. അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, പിന്തിരിപ്പിക്കുന്ന സാധനമാണ്. ഓക്കെ, അതാണ് അൺപ്രൊപ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള അവസ്ഥയാണ് അൺപ്രൊപ്പീഷ്യസ്. ഹോസ്റ്റൈൽ നമ്മൾ അൺഫ്രണ്ട്ലി എന്നുള്ളതാണ്. ഡിട്രിമെൻ്റൽ എന്ന് പറഞ്ഞാലും നമ്മളെ എന്താണ് പിന്തിരിപ്പിക്കുന്നത്, അതാണ് നെഗറ്റീവായിട്ടുള്ള സാധനമാണ്. അതേപോലെ പ്രിനീഷ്യസ് എന്ന് പറഞ്ഞാലും നമ്മളെ പിന്തിരിപ്പിക്കുന്ന സംഭവമാണ്. ഓക്കെ, പിന്തിരിപ്പിക്കുന്ന സാധനമാണ്. ഇനി അടുത്ത സാധനം നോക്കാം. അടുത്ത ഏതാ? കളർ മാറ്റാം. ഓക്കെ, ബ്ലാക്ക് കൊടുക്കാം. എപ്പിഡമിക്സ് പറഞ്ഞാൽ പടരുന്ന രോഗത്തിനാണ് എപ്പിഡമിക്സ് എന്ന് പറയാം. പടരുന്ന പകർച്ചവ്യാധികൾക്കാണ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റേഷൻ എന്നാൽ എന്താണ്? ഈ ഇതില്ലേ എന്താ പറയുക, പ്രാണികളൊക്കെ ഒന്നിച്ച് വന്നിട്ടുണ്ടാകുന്നതാണ് ഇൻവെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒന്നിച്ച് വരുന്നത്. ഇനി ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ബന്ധപ്പെട്ടുള്ള അഥവാ ഫ്രണ്ട്ലി അലിയൻസ് ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട സാധനം നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ഷിപ്പാണ്, കൂട്ടായ്മ എന്ന് പറയുന്നത്. അതെന്താ? എൻ്റെ അൻ്റെ നല്ല ജാതി എൻഡാൻ്റെ എന്ന് പറഞ്ഞാൽ എലിയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രോ ഇൻക്വിറ്റി എന്ന് പറഞ്ഞാലും നമ്മുടേതാണ്, ഫ്രണ്ട്ലി എന്നുള്ള മീനിങ് ആണ്. അതേപോലെ സോറിറ്റി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മേനെയാണ് സോറിറ്റി എന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാച്ചിങ് എന്ന് പറഞ്ഞാൽ. ഈ കളറുകൾ തമ്മിൽ നോക്കിയാൽ മതി, കളറുകൾ തമ്മിലുള്ള മാച്ചിങ് നോക്കിയാൽ മതി, അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇഫ് ഇറ്റ് പോസിബിൾ ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ അപ്പോൾ താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്. ഓക്കെ, ഇത് എല്ലാ ദിവസവും കിട്ടണമെങ്കിൽ താഴെയുള്ളൊരു ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.